ശ്രീ ഡോക്ടർ പി ജെ വിൻസെന്റ്, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത് പുതിയ ഇന്ത്യയാണ് എന്ന് പ്രധാനമന്ത്രി ആവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം, ഉറിയും പഹൽഗാമും ഒക്കെ അല്ലെങ്കിൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള ആക്രമണങ്ങളുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഉറിക്ക് ശേഷം നടന്നിട്ടുള്ള വലിയ ഭീകരാക്രമണം, അതിൽ 43 സൈനികരെ അടക്കം നമുക്ക് നഷ്ടപ്പെട്ട പുൽവാമ ഭീകരാക്രമണം, ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ ഇടവേളകളിൽ ഇന്ത്യയിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിന്റെ സ്വഭാവം മറ്റൊന്നായിരുന്നു. അവിടെ മതം അന്വേഷിച്ച് അതിന് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിനനുസരിച്ച് മാത്രം ആളുകളെ കൊല്ലുന്ന മറ്റൊരു ഭീകരതയാണെന്ന് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള നയങ്ങളോ സമീപനങ്ങളോ ഇനി തുടരാനാകില്ല എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ, ഇത് മറ്റൊരു മാറ്റത്തിൻ്റെ ഇന്ത്യയാണ് എന്ന് പറയുമ്പോൾ, ഈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള ഈ മാറ്റങ്ങൾ അത് പ്രകടമായ മാറ്റങ്ങളായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതാണ് വിജയിക്കാൻ പോകുന്ന മാറ്റം എന്ന് താങ്കൾ നിരീക്ഷിക്കുന്നുമുണ്ടോ? പ്രകടമായ മാറ്റങ്ങൾ സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഇന്ത്യയുടെ നയത്തിൽ മാറ്റമുണ്ടായി? ന്യൂ നോർമൽ എന്ന് പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളിൽ ഊന്നിയിട്ടാണ്. ഒന്ന്, ഭീകരതയുടെ പ്രഭവ കേന്ദ്രത്തെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ആണവായുധം കാണിച്ച് ഭാരതത്തെ ഭീഷണിപ്പെടുത്താൻ സാധിക്കില്ല. ആണവായുധം ഉണ്ട് എന്നതുകൊണ്ട് ഇന്ത്യ റിസ്ട്രെയിൻസ് പുലർത്തണം എന്ന വാദം സ്വീകരിക്കാൻ സാധിക്കില്ല. മൂന്നാമത്തത്, ഈ ഭീകരരെ മാത്രമല്ല അവരുടെ മാതൃസംഘടനയെയും അവർക്ക് സംരക്ഷണവും പരിശീലനവും ഒക്കെ നൽകുന്ന സ്റ്റേറ്റിനെയും ഗവൺമെന്റിനെയും ഞങ്ങൾ ലക്ഷ്യം വെക്കും. ഇത് ഇന്ത്യയുടെ ന്യൂ നോർമൽ ആണ്. ഇങ്ങനെ ഒരു പുതിയ നയം ഇന്ത്യ സ്വീകരിക്കുമ്പോൾ സമാനമായ രീതിയിൽ പാകിസ്ഥാനും പുതിയ നയം സ്വീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു നയം സ്വീകരിക്കേണ്ടി വന്നത്. മുൻ പാകിസ്ഥാന്റെ മേധാവി ബജ്വ, അദ്ദേഹം ഒരു ലിബറൽ പൊസിഷനിലാണ് പലപ്പോഴും നിന്നത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളിൽ അദ്ദേഹം സൂക്ഷ്മത പുലർത്തുകയും ഒരു ജിഹാദി മൈൻഡ് സെറ്റിനപ്പുറത്തേക്ക് ഒരു പട്ടാളക്കാരന്റെ മനോഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ടുകൂടിയാണ് 2019 പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിലേക്ക് ഭീകരാക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടാവാത്തത്. അത് ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ ശക്തി കൊണ്ട്, അതോടൊപ്പം പാകിസ്ഥാന്റെ സൈന്യത്തിന്റെ സമീപനത്തിൽ വന്ന മാറ്റവും അതിലെ ഘടകമാണ്. എന്നാൽ അസിം മുനീർ വന്നതോടുകൂടി പാകിസ്ഥാന്റെ നയത്തിൽ വലിയ മാറ്റം വന്നു. പാകിസ്ഥാന്റെ നയത്തിൽ വന്ന മാറ്റം നേരത്തെ സൂചിപ്പിച്ചല്ലോ, മതം നോക്കി എന്തുകൊണ്ട് പഹൽഗാമിൽ അവർ ആക്രമണം നടത്തി. അതിനുത്തരമാണ് ഏപ്രിൽ 16 അസിം മുനീർ നടത്തിയിട്ടുള്ള പ്രസംഗം ഇസ്ലാമാബാദിൽ. അതിൽ അദ്ദേഹം അടിവരയിട്ട് സൂചിപ്പിച്ച കാര്യം, കാശ്മീർ ഇന്ത്യയുടെ കാശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണെന്നും ജുഗ്നാർ വെയിൻ എന്ന പ്രയോഗം നടത്തിയത് താങ്കൾ ഓർക്കുന്നുണ്ടാവും. ഇത് സൈന്യത്തിന്റെ സ്ട്രാറ്റജിയിൽ വന്ന മാറ്റമാണ്. അതോടൊപ്പം പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വവും അതേ മനോഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കെട്ടിയഴിവ് ഇല്ലാത്ത വിധം ഈ പാകിസ്ഥാൻ ട്രെയിൻ ചെയ്ത് അയക്കുന്ന ഭീകരവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിച്ചത് അവിടുത്തെ വിദേശകാര്യമന്ത്രിയാണ്. അവിടുത്തെ വിദേശകാര്യമന്ത്രി പഹൽഗാം അക്രമത്തിന് തിരിച്ചടി നടത്തിയാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കും എന്ന് പരസ്യമായിട്ട് പറയുകയുണ്ടായി. അതോടൊപ്പം റഷ്യയിലെ അംബാസിഡർ ആണവായുധം പ്രയോഗിക്കുന്നത് ഞങ്ങൾക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല, അത് ഞങ്ങൾ പ്രയോഗിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയുണ്ടായി. അതുപോലെ ബിലാവൽ ഭൂട്ടോയുടെ പ്രസംഗം, ഞങ്ങൾക്ക് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ചോരപ്പുഴയൊഴുക്കും എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അസിം മുനീറിന്റെ മൈൻഡ് സെറ്റിനോട് ചേർന്ന് പോകുന്ന രൂപത്തിലാണ് പാകിസ്ഥാനിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അടക്കമുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പഴയ ഒരു നയത്തിൽ ഇന്ത്യക്ക് നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒരു ഓൾ ഔട്ട് സ്ട്രൈക്ക്, അത് ഡിപ്ലോമസിയുടെ തലത്തിലും സാമ്പത്തിക തലത്തിലും സൈനിക തലത്തിലും ഇന്ത്യ ശക്തമായി ആഞ്ഞടിക്കാൻ തീരുമാനിച്ചത്. അതോടൊപ്പം ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാം. അത് ഈ പുൽവാമയിൽ നിന്ന് പഹൽഗാമിൽ എത്തുമ്പോഴുള്ള ഏറ്റവും പ്രകടമായ മാറ്റം, ഈ പഹൽഗാമിന് ശേഷം പഹൽഗാം സംഭവത്തെ, പഹൽഗാം കൂട്ടക്കൊലയെ എല്ലാ ലോകരാഷ്ട്രങ്ങളും അപലപിച്ചു എങ്കിലും പാകിസ്ഥാനെ അതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ തയ്യാറായ രാജ്യങ്ങൾ കുറവാണ്. അതിൽ ഏറ്റവും പ്രകടമായി പാകിസ്ഥാനാണ് ഇതിന്റെ പിന്നിൽ നിന്ന് പറഞ്ഞതും പാകിസ്ഥാനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ 2 രാജ്യങ്ങളേ ഉള്ളൂ. അത് ഇസ്രായേലും അഫ്ഗാനിസ്ഥാനുമാണ്. അതാണ് അതിൽ ഏറ്റവും തമാശ. അഫ്ഗാനിസ്ഥാൻ, താലിബാൻ അത് പ്രഖ്യാപിക്കുകയുണ്ടായി. അതേസമയം ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യങ്ങളായ അമേരിക്ക അടക്കം
ട്രംപിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് യഥാർത്ഥത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും സമദൂരത്തിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് വന്നത്. അതേസമയം ഇത് ഇങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണമെങ്കിൽ ഈ അക്രമത്തിന് പിന്നിൽ ഞങ്ങൾ തന്നെയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വ രംഗത്ത് വന്നത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ ഇവരെ ഭീകരവാദി ഒന്നും വിളിക്കണ്ട, അവർ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരസേനയാണ്. അതോടൊപ്പം ഈ കൊല ചെയ്യപ്പെട്ട, അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ മെയ് 7 നടത്തിയിട്ടുള്ള സ്ട്രൈക്കിൽ കൊല ചെയ്യപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ യൂണിഫോം ഇട്ടുകൊണ്ട് പാക് സൈനിക മേധാവികൾ പങ്കെടുത്തത് ലോകത്തോട് വിളിച്ചു പറയുന്നത് ദേശീയ പതാക പുതപ്പിച്ചാണ് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. യെസ്, തീർച്ചയായിട്ടും. അത് ഇന്ത്യക്ക് ആ കാര്യത്തിൽ ഒരു ക്യാമ്പയിൻ ചെയ്യേണ്ട ആവശ്യം പോലും വേണ്ടാത്ത വിധം, ഒരു ഡിപ്ലോമാറ്റിക് വെഞ്ചർ നടത്തേണ്ട ആവശ്യം പോലും വേണ്ടാത്ത വിധം പാകിസ്ഥാൻ തന്നെ ലോകത്തോട് വീഡിയോ, അത് ലൈവായിട്ട് കാണിക്കുകയാണല്ലോ, അതിന് പിന്നെ ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ, ലോകത്തോട് പ്രഖ്യാപിച്ചു പാകിസ്ഥാനാണ് പാക് അധീന കാശ്മീർ കേന്ദ്രീകരിച്ച്, പഞ്ചാബ് കേന്ദ്രീകരിച്ച് പരിശീലനം നടത്തി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും വിശിഷ്യ കാശ്മീരിലേക്കും തീവ്രവാദികളെ കയറ്റി അയക്കുന്നത്. ഈ തീവ്രവാദികൾ, ഈ ഭീകരവാദികൾ ഞങ്ങളുടെ ആളുകൾ തന്നെയാണ്, ഞങ്ങളുടെ സൈന്യത്തിന്റെ ഭാഗമാണ്, ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ് എന്ന് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും പ്രഖ്യാപിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ നയം പുതിയ നയമാണ്. അതില് കാതലായ മാറ്റം പഴയ കാലത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അത് ഫലം കാണുമോ ഇല്ലയോ എന്നുള്ളത്, ഇതുവരെയുള്ള ആ നടപടിക്രമങ്ങൾ വളരെ ഗംഭീരമായിരുന്നു. അതില് വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇൻഡസ് വാട്ടർ ട്രീറ്റി കെപ്റ്റിൻ അബയൻസ് അത് തൽക്കാലത്തേക്ക് റദ്ദാക്കിയതടക്കം, മാറ്റിവെച്ചതടക്കം, അത് ആ സമീപനങ്ങളെല്ലാം വിജയകരമാണ്. ഇനി അങ്ങോട്ട് നമ്മളുടെ 7 ഡെലിഗേഷൻ പോയി അവരുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന മാറ്റങ്ങൾ, അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട. അതാണല്ലോ ഡോക്ടർ മോഹൻ വർഗീസ് ഈ